ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ വരുന്ന സിനിമയാണ്. അതിലും വലിയൊരു സവിശേഷത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഈ സിനിമയ്ക്ക് വേണ്ട. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ബ്രാൻഡ്. രണ്ട് ബ്രാൻഡുകൾ ഒരുമിച്ചുള്ളൊരു സിനിമയാണ്. സത്യനന്ദിക്കാട് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടറെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബം ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ, ഒരു മകനാണ് ഇതിൻ്റെ കഥ, ഒരു മകൻ ഇതിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കൂടെയുണ്ട്. ഇതൊരു പ്രോപ്പർ ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു പ്രോപ്പർ ഫാമിലി ഫീൽ ഗുഡ് ഫൺ ഡ്രാമയാണ്. കോമഡിയാണ് മെയിൻ. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. തുടക്കം ഫസ്റ്റിലെ സീൻ തൊട്ട് തന്നെ കോമഡിയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, പണ്ടത്തെ ഒരു മലയാള സിനിമയിൽ, ഒരു മലയാളത്തിലെ ഒരു പാത്ത് ബ്രേക്കിംഗ് സിനിമയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിച്ചൊരു സീന്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിനെ ഒരു കോമഡി രീതിയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അതേ സിനിമയെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പിന്നെ പേരെടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിപാടിയുടെ ഒരു മീറ്റർ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പോകെ പോകെ ഇത് പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളായി ഇപ്പോൾ വിനോദയാത്ര അല്ലെങ്കിൽ രസതന്ത്രം, അതിനേക്കാളൊക്കെ ഒരു പൊടിക്ക് കൂടെ കോമഡിക്ക് മുൻതൂക്കി. ഇപ്പം ഞാൻ പ്രകാശൻ്റെ ഒരു മീറ്ററാണ്. നായകൻ തന്നെ അങ്ങനത്തെ ഒരു കുറച്ച് കോമഡിയും പൊട്ടത്തരങ്ങളും ഒക്കെ ഉള്ളൊരു നായകൻ. പിന്നെ ആ പുള്ളിയുടെ ഒരു വേൾഡും അങ്ങനെ തന്നെ. മോഹൻലാലിൻ്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമ. ഒരുപാട് പേര് കോമഡികൾ പറയുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ത്രൂ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അകത്തൊക്കെ ഇതൊരു മോഹൻലാൽ ഷോയാണ്. ഇപ്പം സംഗീത് പ്രതാപും സിദ്ദിഖും ഒക്കെ കോമഡിയിൽ തകർത്തിട്ടുണ്ട്. ലാലു അലക്സ്, പുള്ളിയുടെ കോമഡി എനിക്ക് വർക്കായതിനേക്കാളും കൂടുതൽ അത്ര ഏക്കാത്ത കുറച്ച് സീൻസ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് പുള്ളി അതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ സീനിൽ പുള്ളി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. സിദ്ദിഖും സംഗീത് പ്രതാപും അടിപൊളിയായിരുന്നു. സിദ്ദിഖ് പുള്ളിയുടെ യൂഷ്വൽ മാനറിസം കൊണ്ട് അടിപൊളിയാക്കി. സംഗീത് പ്രതാപ് പുള്ളിയുടെ മാനറിസം ഒക്കെ യൂഷ്വൽ, പക്ഷേ എനിക്കതിലുപരി പുള്ളിക്കാണ് ഈ ഡയലോഗിലൂടെയുള്ള കൗണ്ടർ പരിപാടികൾ ഉള്ളത് സംഗീത് പ്രതാപിനാണ്. ഇങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ ഡ്രാമ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു കൗണ്ടർ കയറി അടിച്ച് ചിരിപ്പിക്കുക, ആ ഒരു സാധനം അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് മോഹൻലാലിൻ്റെ വൺ മാൻ ഷോ. കാരണം മോഹൻലാലാണ് ത്രൂ ഔട്ട്. ഇപ്പം സംഗീതിൻ്റെ കൂടെയും സിദ്ദിഖിൻ്റെ കൂടെയും അപ്പുറത്ത് ബാക്കി ആൾക്കാരുടെ കൂടെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ മോഹൻലാലിനാണ് അവിടെ തൂണായിട്ട് നിൽക്കുന്നത്. അപ്പം പുള്ളി അത് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ബാക്കി ആൾക്കാരെന്ന് പറയാനാണെങ്കിൽ അത് മാളവിക മോഹനനും സംഗീതയുമാണ്, പഴയ നടി. പഴയ നടിയിൽ ഇപ്പോഴും ഈ അടുത്തൊക്കെ കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട്. മാളവിക മോഹൻ നന്നായിട്ട് ചെയ്തു. എനിക്ക് പുള്ളിക്കാരി വെറുപ്പിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തു. മലയാളം സിംഗ് സൗണ്ടാണ് സിനിമ. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ബാക്കി എല്ലാവരും നന്നായിരുന്നു. പക്ഷേ മാളവികയുടെ ഫസ്റ്റിലത്തെ സീൻ കണ്ടപ്പോൾ മലയാളം പറയാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ പുള്ളിക്കാരി ഇതിൽ നന്നായിട്ട് മലയാളം അല്ലാതെ പറയുന്നത് എനിക്കറിയാം. ഈ സിനിമയെ പിന്നെ എന്താണ് ഇച്ചിരി സിംഗ് സൗണ്ട് ആയതിൻ്റെ ആണെന്ന് കരുതിയിരിക്കുമ്പോൾ ഈ സിനിമയിൽ തന്നെ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. പിന്നെ നിഷാനുണ്ട്, പഴയ നടൻ, ഇപ്പോൾ കിഷ്കിന്ധകണ്ഠത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന്. അപ്പോൾ പുള്ളിയും ഇതിൽ അങ്ങനത്തെ ഒരു മലയാളത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതൊന്നും ഒട്ടും ഒരു സ്ഥലത്ത് പോലും മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അയ്യെന്നോ അങ്ങനത്തെ ഒരു രീതിയിലല്ല. അങ്ങനെ ഫുൾ കോമഡി രീതിയിലാണ് ഇൻ്റർവെൽ വരെ ആകുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് ഫസ്റ്റ് ഹാഫ് ഒരു 90% കോമഡിയും 10% ഡ്രാമയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു 50% കോമഡിയും ബാക്കി 50% ഡ്രാമയാണ്. അതിൽ തന്നെ ഈ കോമഡി കലർന്ന ഡ്രാമയാണ്, പക്ഷേ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. അതിൽ പോലും സത്യനന്ദിക്കാടിൻ്റെ മീറ്റർ അറിയാം നമുക്ക്. സാധാ ഇന്നത്തെ കാലത്തെ സിനിമകൾ വരുന്നതിലും കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമോഷണൽ സീൻസ് ആയിരിക്കും. അതൊന്നും കോമഡി ആവാതെ ഫുൾ ഇതിലാണ് കണ്ടത് ഞാൻ സിനിമ. അതും ഫുൾ ഫാൻസൊന്നും അല്ല, നോർമൽ ഓഡിയൻസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിടത്തു പോലും ആരും കളിയാക്കിയോ കൗണ്ടർ അടിക്കുന്ന ഒരു സാധനം, അത്രയും ഇമോഷണൽ കുറേ ഡ്രാമാറ്റിക് സിനിമാറ്റിക് ഡയലോഗ് ഉള്ളപ്പോൾ പോലും ആരും കളിയാക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം അത് ഈ സത്യനന്ദിക്കാടിൻ്റെ മികവാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ് ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് സത്യൻ. ഉറപ്പായിട്ടും പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കറിയാം. കാരണം ലാസ്റ്റ് ഇറങ്ങിയ സത്യനന്ദിക്കാടിൻ്റെ മകള്, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്തതാണ് നല്ലത്. അതും ഒരു ഫെസ്റ്റിവലിലാണ് ഇറങ്ങിയത്. 2022 ഈദിനിറങ്ങിയ സിനിമയായിരുന്നു മകള്. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും നമ്മൾ അധികം പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പം ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ ഓൾഡ് സ്കൂൾ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഓൾഡ് സ്കൂൾ മേക്കിങ്ങിന് ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ഫാമിലി ഓഡിയൻസിനൊക്കെ കൂടുതൽ ഈ നോൺ ലീനറൊക്കെ ആക്കി കുഴപ്പിക്കുന്നതിന് ഇഷ്ടം അവർക്ക് ഈ പരിപാടിയാണ്. അപ്പോൾ അതിൽ ഈ നമ്മൾ ചിരിക്കാനുള്ള ക്രിഞ്ചായിട്ടുള്ള ഫാക്ടർ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് അതാണ് എനിക്ക് USP ആയിട്ട് തോന്നിയത്. അപ്പം അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇതിലെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെർഫോമൻസുകൾ തന്നെയാണ്. ഇപ്പോൾ മോഹൻലാൽ തകർത്തു, സപ്പോർട്ടിംഗ് ആയിട്ടുള്ളവർ നന്നായിട്ട് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഡീസൻറ്റ്, കുറ്റമൊന്നും പറയാനില്ല. പാട്ടുകൾ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നി. മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരനാണ്. പാട്ടുകളും മ്യൂസിക്കും ആ ഒരു ഓളത്തിൽ കാണുമ്പോൾ ഓക്കേഷ്, അല്ലാതെ മറ്റേ നന്നായി സൂപ്പർ ആ ലെവലൊന്നും ഇല്ല. പിന്നെ
പിന്നെ എനിക്കിതിൽ പ്രശ്നം തോന്നുന്നത് അഫ്കോഴ്സ് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു സോൾ കഥ ഇതിലില്ല. അതായത് ഒരു ഇന്ന ഒരു പ്ലോട്ട് പോയിന്റ് പിടിച്ച് ബാക്കി കഥ അങ്ങനെയല്ല. ഒരു ബേസ് പരിപാടിയുണ്ട്. അതിലൂടെ ഈ ക്യാരക്ടറും ഇതിലെ മെയിനാണ് ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണ്. അവിടെ ഇവിടെ അങ്ങനെ ഒരു ഇന്നൊരു സാധനത്ത് ഇങ്ങനെ ലോക്ക് ആവുന്നില്ല ഒരിടത്ത് പോലും. നമ്മൾ ഇൻ്റർവെൽ ആകുമ്പോൾ ഒരു സ്ഥലത്ത് ലോക്ക് ആവുമെന്ന് കരുതുമ്പം അടുത്ത സീനിൽ തന്നെ ആ പരിപാടി മാറ്റും അങ്ങനെ. അപ്പോൾ അത് ഒരു പരിധിവരെ നല്ലതാണ്. ഒരു പ്രഡിക്റ്റബിലിറ്റി കുറവുണ്ടായിരുന്നു, ഇത് എങ്ങോട്ട് പോവും ആ ഒരു സാധനം. പക്ഷേ അപ്പുറത്ത് നോക്കുമ്പം അതൊരു പ്രശ്നവുമാണ്. കാരണം ചിലയിടത്തെങ്കിലും ഒരു 75% ഓക്കെ ആകുമ്പോൾ പോലും ബാക്കി ഒരു 25% നമുക്കൊന്ന് പാളിപ്പോകുന്നുണ്ട്. എവിടെ ലോക്ക് ചെയ്യണോ അറിയാതെ ഒന്ന് ദിശ തെറ്റിയല്ല, ദിശ കിട്ടാതെ നമ്മൾ അലയുന്നൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അതാണ് ഈ സിനിമയിലെ സ്ക്രിപ്റ്റിങ്ങിലാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എടുത്തു പറയാനുണ്ടെങ്കിൽ ഉള്ളത്. അത് ഈ ഒരു സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഏരിയകളിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കോമഡി, ഞാൻ ഈ കോമഡി അണ്ടർലൈൻ ഉള്ള ഡ്രാമ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ കോമഡി പക്ഷേ കുറഞ്ഞു പോയി സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ അത്രയും വർക്കായില്ല. അപ്പം ആ കോമഡിയുടെ കോമഡി അവർ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രയും ചിരി വരുന്നില്ല ആ ഒരു കാര്യമേ. അതൊന്ന് വർക്കായിരുന്നെങ്കിൽ, ആ ഒരു എഴുത്തൂടെ സെറ്റായിരുന്നെങ്കിൽ തൂക്കിയേനെ. സോനു എന്ന് പറഞ്ഞ പുതിയ എഴുത്തുകാരനാണ് ഈ സിനിമ. നൈറ്റ് കോൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത്യാവശ്യം ഹിറ്റായിട്ടുള്ള ഷോർട്ട് ഫിലിം എഴുതിയ ആളാണ് പുള്ളിയാണ് ഇതിൻ്റെ തിരക്കഥ. അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു ഭയങ്കര സൂപ്പർ സിനിമ, എല്ലാം കൊണ്ടും അടിപൊളി സിനിമ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിനെ പറ്റി ഞാൻ നല്ലതെന്ന് പറയുമ്പോഴും സൂപ്പർ, എക്കാലത്തെയും മികച്ച ഫസ്റ്റ് ഹാഫ്. അല്ലെങ്കിൽ ഇപ്പോൾ തുടരും കണ്ടിട്ട് ജോണർ സെയിം അല്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ തുടരും പോലെ എപ്പിക്ക് പോസിറ്റീവ് അങ്ങനെ ആയിരുന്നിരുത്. ഇതൊരു ഡീസൻറ്റ് പ്ലസ് സിനിമയാണ്, ഒരു ഗുഡ് സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് അതിൽ ഭയങ്കര ഗുഡും സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പം ഒരു എബോ ആവറേജ് ആ ഒരു രീതിയിൽ പോകുന്നു. അങ്ങനെ ടോട്ടലി എനിക്കൊരു എബോ ആവറേജ് പ്ലസ് നിൽക്കുന്ന സിനിമയായിട്ടാണ് ഹൃദയപൂർവ്വം തോന്നിയത്. ഒരു ഗുഡ് വൺ ടൈം വാച്ച് തന്നെയാണ് എന്തായാലും സിനിമ. മസ്റ്റ് വാച്ച് സെറ്റപ്പൊന്നുമല്ല, പക്ഷേ തിയേറ്ററിൽ ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ഫാമിലീസിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ്. അവർ ഈ മറ്റേ പുതിയ മേക്കിങ്ങോ അല്ലെങ്കിൽ അതിലെ പഴയ മേക്കിങ്ങിലെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അവർ കഥയുടെ ഫ്ലോ, ചിരിക്കാനുണ്ടോ, ഇമോഷൻസ് വർക്കാവുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. അതൊക്കെ എന്തായാലും ധാരാളമുണ്ട്. ഫാമിലീസിന് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. യൂത്ത് ആ ഒരു ഇതിലോട്ട് വരുമ്പം ഡ്രാമ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കൂ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കളിയൊക്കെ ചിരിക്കാനുള്ള വകുപ്പില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു കണക്ഷൻ തോന്നാൻ വഴിയില്ല. എനിക്ക് ഏതായാലും ഡ്രാമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കോമഡി ഇഷ്ടമാണ്, ഓൾഡ് സ്കൂൾ കോമഡിയാണ് അതിലേറെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു ഡീസൻ്റ് അല്ല, ഒരു ഗുഡ് വൺ ടൈം വാച്ചായിട്ട് തന്നെ തോന്നിയ സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5 ആണ്.